അഭാജ്യസംഖ്യകൾക്ക് പ്രൈം നമ്പേഴ്സിന് 2 ഘടകങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒന്നും അതേ സംഖ്യ. ഉദാഹരണം നോക്കൂ. 2 = 1 × 2, 3 = 1 × 3, 5 = 1 × 5, 23 = 1 × 23. ഇവിടെ എല്ലാം നോക്കൂ, 1ഉം അതേ സംഖ്യയും മാത്രമാണ് അതിൻ്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ, അതായത് ഇരട്ട അഭാജ്യസംഖ്യയാണ് 2. മറ്റുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഒറ്റ സംഖ്യകളാണ്. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യസംഖ്യ ഓഡ് പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. 1 ഒരു അഭാജ്യസംഖ്യയാണോ? 1 ഒരു അഭാജ്യസംഖ്യയല്ല. കാരണം 1ന് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. 2ലധികം ഘടകങ്ങളുള്ള സംഖ്യയെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നു. 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 3നേക്കാൾ വലിയ എല്ലാ പ്രൈം നമ്പേഴ്സും 6n+1 അല്ലെങ്കിൽ 6n-1 എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും. പ്രൈം നമ്പേഴ്സ് അനന്തമാണ്. 2, 3, 5, 7, 11 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 2ഉം 3ഉം മാത്രമാണ് കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത്. 1നേക്കാൾ വലിയ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. 2, 5 ഇവ ഒഴികെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും അവസാനിക്കുന്നത് 1, 3, 7, 9 എന്നീ ഡിജിറ്റുകളിലായിരിക്കും. 2 പ്രൈം നമ്പേഴ്സിന്റെ ഡിഫറൻസ് 2 ആണെങ്കിൽ അവയെ ട്വിൻ പ്രൈംസ് എന്ന് പറയുന്നു. ഉദാഹരണം 3, 5. 5 - 3 = 2. 11, 13. 13 - 11 = 2. 17, 19 ഇതുപോലുള്ളവ. 2 ഓഡ് പ്രൈം നമ്പേഴ്സിന്റെ തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. എക്സാമ്പിൾ 11 + 13 = 24. 2നേക്കാൾ വലുതായ എല്ലാ ഇരട്ട സംഖ്യകളും 2 അഭാജ്യ സംഖ്യകളുടെ തുകയായി എഴുതാം. ഒരു പ്രൈം നമ്പറിന്റെ വർഗത്തിന് 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണം 5² = 25. 25ന്റെ ഘടകങ്ങൾ 1, 5, 25. 2 പ്രൈം നമ്പേഴ്സുകളുടെ ഗുണനഫലത്തിന് 4 ഘടകങ്ങൾ ഉണ്ടാകും. 3 × 5 = 15. 15ന്റെ ഘടകങ്ങൾ 1, 3, 5, 15. പ്രൈം നമ്പേഴ്സ് ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എല്ലാ സംഖ്യകളെയും പ്രൈം നമ്പേഴ്സിന്റെ ഗുണനഫലമായി എഴുതാം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇതുപോലുള്ള രസകരമായ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ.